ഒരു വലിയ കർഷകരാണ്, അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ നബി അത് ഓലായിരിക്കും, ഞങ്ങൾ എന്തായാലും ആവൂലട്ടോ, കാരണം ഞങ്ങൾ ഇവിടെ തന്നെ മഹാകള്ളന്മാരാ, സ്വർഗത്ത് പോയിട്ട് എന്തായാലും ഞങ്ങൾ ആ പണിയൊന്നും എടുക്കൂല. ഇയാൾ തമാശയായിട്ട് പറഞ്ഞു ഫളഹിക്കൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് ഹൃദ്യമായി ചിരിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് ഹൃദ്യമായി ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ നബി തങ്ങൾ ചിരിച്ചത് അത് മാത്രം കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഞാൻ പ്രഭാഷണം നടത്തിയിരുന്നു. അതിൽപ്പെട്ട ഒരു ഹദീസാണത്. ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ്. നബി തങ്ങൾ ചിരിച്ച ഘട്ടങ്ങൾ മാത്രം, പുഞ്ചിരിയിലെ തിരുമാതൃകകൾ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു കഴിഞ്ഞ റബീഉൽ അവ്വലിൽ. തിരുനബി കരഞ്ഞ ദിനം, നബി ചിരിച്ചത്, നബി കരഞ്ഞത്, നബി ഗൗരവപ്പെട്ടത്, നബി തമാശ പറഞ്ഞ 4 ഘട്ടങ്ങൾ, 4 സംഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഏതാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹാബിയുടെ ഈ അറാബിയുടെ വാക്ക് കേട്ട് റസൂലുള്ളാഹി തങ്ങൾ ചിരിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, സ്വർഗത്തിൽ കൃഷിപ്പണിയടക്കം ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോ ഹോബിയായിട്ട് ഭൂമിയിൽ വെച്ച് ചെയ്ത പണി നാളെ സ്വർഗത്തിൽ വെച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഇവിടെ അധ്യാപനം നടത്തുന്നവൻ നാളെ സ്വർഗത്തിൽ പോയി അധ്യാപനം നടത്തും. ഇവിടെ ദർസ് നടത്തിയവൻ നാളെ സ്വർഗത്തിൽ പോയി ദർസ് നടത്താം, വേണമെങ്കിൽ നടത്താം. ആ അവകാശം അവന് നിഷേധിക്കപ്പെടുകയില്ല. ഇവിടെ ചായക്കച്ചവടം നടത്തിയവന് വേണമെങ്കിൽ സ്വർഗത്തിലൊരു ചായക്കച്ചവടമൊക്കെ നടത്തി നോക്കാം, കുഴപ്പമില്ല. എന്ത് പണിയും, നിങ്ങളെടുത്ത പണിയൊക്കെ ഹലാലായ പണിയാണെങ്കിൽ നാളെ സ്വർഗത്തിൽ വെച്ച്, അല്ലാത്തവർക്ക് പിന്നെ സ്വർഗത്തിൽ എത്താൻ പറ്റൂലല്ലോ, ഹറാമായ പണിയായിട്ട് ബന്ധപ്പെട്ടവർക്ക്. അപ്പൊ ഹലാലായ പണി, നമ്മൾ എടുത്ത പണി, അത് നാളെ സന്തോഷപൂർവ്വം സ്വർഗത്തിൽ നിന്നെടുക്കാം. നേരത്തെ എടുത്ത പണി അങ്ങനെ എടുക്കുക ഒരു ഹോബിയായിട്ട്, അല്ലാതെ ബാധ്യതയായിട്ടല്ല. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, റഅയ്തു മൂസാ യുസല്ലി ഫിൽ ഖബർ. ഞാൻ മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് കണ്ടു. മൂസ നബി എന്തിനാ ഖബറിൽ പോയി നിസ്കരിക്കുന്നത്? നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞില്ലേ? വഫാത്തായതിന്റെ ശേഷം നിസ്കരിക്കേണ്ടതില്ല. പക്ഷേ നേരത്തെ എടുത്ത പണി അങ്ങനെ എടുക്കുക എന്നുള്ളത് ഒരു ഹരമാണ്. അമ്പിയാക്കളാകുമ്പോൾ അവരൊക്കെ അതിനൊക്കെ സാധിക്കും ചെയ്യുമല്ലോ. അവർക്ക് അങ്ങനെ ഒരു റൂഹൊന്ന് കിട്ടണമെങ്കിൽ, ബന്ധമൊന്ന് കിട്ടണമെങ്കിൽ അതിന് സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു ഖബറിൽ വെച്ച്, ഫിൽ ഖബരി എന്നാ പറഞ്ഞത്. റഅയ്തു മൂസാ യുസല്ലി ഫിൽ ഖബർ. അപ്പൊ മൂസ നബിക്ക് ഭൂമിയിലുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള പണിയായിരുന്നു നിസ്കാരം. അതങ്ങനെ ചെയ്യുന്നു. അപ്പൊ ദിക്ർ ചൊല്ലുന്നവൻ ദിക്ർ ചൊല്ലും, നിസ്കരിക്കുന്നവൻ നിസ്കരിക്കും. അവിടെ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ഏത് പണിയെടുത്താലും സ്വർഗത്തിലെത്തുമ്പോൾ ആ പണി ഏത് പണിയോടായിരുന്നോ കൂടുതൽ കമ്പം, അത് നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള അവസരമുണ്ടാകും എന്നാണ്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിലും ഇത് കാണാം. സ്വർഗാവകാശികൾ വ്യത്യസ്തങ്ങളായ പണികളിൽ, ഏർപ്പാടുകളിൽ അവർ വ്യാപൃതരായിരിക്കും. ഒരുപാട് ഏർപ്പാടുകളിൽ അവർ വ്യാപൃതരായിരിക്കും. ഒന്ന് കഴിയുമ്പോഴേക്കൊന്ന്, അത് കഴിഞ്ഞാൽ വേറെ ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ. കാരണം അങ്ങനെ ഉണ്ടാവുമല്ലോ, പറന്ന് പണിയെടുത്തവരുണ്ടാവും. ഒരു പണി മാത്രമല്ല, എല്ലാ ഏർപ്പാടിലും ചെന്ന് കൈയിടുന്നവരുണ്ടാകും. എല്ലാം എടുക്കാൻ ഒന്ന് തന്നെ ആകുമ്പം ചടക്കും. വേറെ ഒന്ന് എന്തുമാവാം. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിയമവിലക്കുകളില്ലാത്ത ലോകമാണ്, സ്വതന്ത്രമായ ലോകമാണ് സ്വർഗം. ആ സ്വർഗത്തിലെത്തിയെങ്കിലേ പക്ഷേ അത് സാധിക്കൂ. അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം പ്രിയപ്പെട്ട കൂട്ടുകാരെ. കുറച്ചു കാര്യം ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നും ഉണർത്താം, അവസാനത്തിൽ ഉണർത്താം. എന്നിട്ട് ആ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഘട്ടത്തിൽ പറയുന്നത് തന്നെ, ആദ്യമായി പറയുന്നത് തന്നെ എന്താണെന്നറിയോ നിങ്ങൾ? ഫസ്റ്റ് ഘട്ടത്തിൽ തുടങ്ങുന്നത് ഫീ സിദ്രിൻ മഖ്ലൂദ്. ഫീ സിദ്രിൻ മഖ്ലൂദ്, മുള്ളില്ലാത്ത ഇലന്തമരമുണ്ട്. ഫീ സിദ്രിൻ മഖ്ലൂദ്, മുള്ളില്ലാത്ത ഇലന്തമരം. ഇലന്തമരം എന്ന് പറഞ്ഞാൽ ഇലച്ചു നിൽക്കുന്ന ഒരു മരമാണ്. ഇലച്ചു നിൽക്കുന്ന മരമാണ്. അതിൻ്റെ ഇല വളരെ ചെറിയ, നമ്മുടെ ചീനിയുടെ ഇല പോലെ വളരെ ചെറിയ ഇലയാണത്രേ അതിൻ്റെ ഇല. ആ ഇലകളുള്ള അറബികളുടെ ഒട്ടകങ്ങളൊക്കെ മേഞ്ഞു തിന്നിരുന്ന, അതിൻ്റെ കൊമ്പ് കിട്ടിയാൽ ഒട്ടകങ്ങൾക്ക് നല്ല സന്തോഷ. വലിയ മര, ആ മരത്തിൻ്റെ കൊമ്പ് കിട്ടിയാൽ സന്തോഷമാണ്. 2 സന്തോഷമാണ് അറബികൾക്ക് ഈ മരം കാണുമ്പോൾ ഉണ്ടാകാറുള്ളത്. ഒന്ന്, നടന്നു നടന്ന് ക്ഷീണിച്ച അവർക്ക് ഒന്ന് തണല് കൊള്ളാനുള്ള സന്തോഷം, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അതിൻ്റെ 2 കൊമ്പ് ഇവർക്ക് വെട്ടിയിട്ട് കൊടുത്താൽ, അവരുടെ ഒട്ടകങ്ങൾക്ക് വെട്ടിയിട്ട് കൊടുത്താൽ അവരത് കഴിക്കുകയും ചെയ്യും.
അപ്പൊ നമ്മൾ പറയുന്നത് ഫീ സിദ്രിൻ മഖ്ദൂദ് വ ത്വൽഹിൻ മംദൂദ്, അട്ടിയായി വാഴക്കുലകൾ നിറഞ്ഞു നിൽക്കുന്ന വാഴത്തോട്ടം. അത് രണ്ടും പറയുമ്പോഴാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട് വരിക. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അലന്തമാരി ഒരു വാഴത്തോട്ടം, അതുകൊണ്ട് ഇപ്പൊ ഒക്കെ ആയോ, ബാക്കിയുള്ളതൊക്കെ എവിടെയാണ്? അതാ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്വർഗം എന്താന്ന് പിടുത്തം കിട്ടാം. സ്വർഗം അതിന്റെ പൂർണ്ണ ചിത്രം വിടുന്ന് കിട്ടൂല, മൊത്തത്തിലൊരു പ്രഖ്യാപന. അപ്പൊ ഇതുണ്ട്. എന്താ ഇത് രണ്ടും പറയാൻ കാരണം? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഒരുപാട് മഹാന്മാർ വിശദീകരിച്ചിട്ട്, പക്ഷെ ഇമാം റാസിയോളം ഭംഗിയായി ഈ കാര്യം സമർത്ഥിക്കാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മറ്റാർക്കും സാധിച്ചിട്ടില്ലെന്ന് ഇമാം റാസി തന്നെ അവകാശപ്പെടുന്നു. ഇമാം റാസി പറഞ്ഞു, ഇതെനിക്ക് അള്ളാഹു തോന്നിപ്പിച്ചു തന്ന മറുപടിയാണ്. എന്താ ഇപ്പൊ സ്വർഗത്തിൽ കുറച്ച് അലന്തമരും അതുപോലെ തന്നെ കുറച്ച് വാഴത്തോട്ടും, ചില സ്ഥലത്ത് നോക്കിയാൽ കാണാം മുന്തിരിയും കാരക്കയും, ചില സ്ഥലത്തേക്ക് നോക്കിയാൽ കാണാം റുമ്മാനും ഈത്തപ്പഴവും. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തേ? ഒന്നോ രണ്ടോ സാധനത്തിൽ അങ്ങ് ഒതുക്കുന്നത്. മഹാനവറുകൾ പറഞ്ഞു, ഇമാം റാസി പറഞ്ഞു, പലരും പല മറുപടികളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസി പറഞ്ഞു, അറബികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മറുപടിയാണ്. കണ്ടോ, ഇമാം റാസി ഒരു വിഷയം അങ്ങ് സമർത്ഥിക്കുമ്പം മുൻഗാമികളെ താറടിക്കുകയല്ല. അതാണ് ഇമാം റാസിയുടെ ശൈലി. അവരെ മോശാക്കുന്നില്ല, ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല, ശരിയാണ്. അറബികളിലേക്കാണ് ആദ്യമായി ഗ്രന്ഥമിറങ്ങുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു. പക്ഷേ അവിടെ നിന്നുകൂടാ, കുറച്ചും കൂടെ മേലോട്ട് നമുക്ക് വരാം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വായിച്ചെടുത്ത് ഒരു സ്ഥലത്ത് കണ്ടു, ബഹുമാനപ്പെട്ടവർ വെറുതെ അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കുമ്പോ 10ഉം 100ഉം ആളുകളൊക്കെ തന്റെ കൂടെ ഇങ്ങനെ കുറിപ്പും പിടിച്ച് നടന്നിരുന്നു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ 100ലധികം ആളുകൾ, ശിഷ്യന്മാര് കുറിപ്പും പിടിച്ച് അങ്ങാടിയിലൂടെ നടക്കുന്ന, പുറത്തുകൂടെ സഞ്ചരിക്കുന്ന ഇമാം റാസിയുടെ ചുറ്റും ഉണ്ടായിരുന്നു. എന്തിന്? അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ നോക്കിയാൽ, മല കണ്ടാൽ, കുന്ന് കണ്ടാൽ, മരം കണ്ടാൽ, കായ്ക്കനികൾ കണ്ടാൽ, അവിടെയൊക്കെ അന്തരീക്ഷം മൊത്തം ലോകം കണ്ടു കഴിഞ്ഞാൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ വായിച്ചെടുക്കും ലോകത്തിലൂടെ. എപ്പോഴാണ് ഏത് ആയത്തിന്റെ തഫ്സീറാ വരിക എന്ന് പറയാൻ പറ്റൂല, അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് കുറിപ്പുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ആ സംഭവം ഇങ്ങനെ വായിച്ചപ്പോൾ വിചാരിച്ചു, പടച്ചോനെ, നമ്മളൊക്കെ നോക്കണം, നമ്മളിപ്പോ ഔദ്യോഗിക വേദിയാ, അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടി ഔദ്യോഗിക വേദിയാ. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങാടിയിലൂടെ നടക്കുമ്പോ കൂടെ നടക്കുന്ന ആളുകൾ നമ്മുടെ ഔദ്യോഗിക വേദികളിലില്ലെങ്കിൽ, ഇമാം റാസി ഉളൂ ചെയ്ത് തലപ്പാവ് ധരിച്ച് തലയും താടിയൊക്കെ ചീകി വെച്ച് തലപ്പാവൊക്കെ വെച്ച് നീളക്കുപ്പായൊക്കെ ഇട്ട് ഇമാം റാസി ദർസ് നടത്താനിരിക്കുന്ന ദർസ് ഹാളിൽ എത്ര പേരുണ്ടാകും, എത്ര ആയിരങ്ങളുണ്ടാവും, ചിന്തിക്കേണ്ടതാണ്. ആ റാസി ഇമാം പറയുന്ന, ഇവിടെ ഈ ഭാഷയൊക്കെ വായിക്കേണ്ടത് ഖുർആനിനെ ചിലരൊക്കെ ഖണ്ഡിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇത്തരം പദപ്രയോഗങ്ങള്. സ്വർഗം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ആരും കഷ്ടപ്പെടണ്ട, അതിങ്ങനെയൊക്കെ 1-2 സംഗതികളാണ് എന്ന് പറയുന്നവരുണ്ട്. അതല്ല സംഭവം. ഇത് അള്ളാഹുവിന്റെ കലാമാണെന്നതുകൊണ്ട്, സാഹിത്യ സമ്പൂർണമായ കലാമാണെന്നതുകൊണ്ട് ഒരു വലിയ സാഹിത്യകാരന്റെ ഭാഷയിലാണ് ഖുർആനിനെ വായിക്കേണ്ടത്. ഖുർആനിനെ ഒരു ലോക്കൽ ആളുടെ ശബ്ദത്തിൽ വായിച്ചുകൂടാ, അയാളുടെ ഭാഷയിൽ ഖുർആനിനെ നോക്കിക്കണ്ടുകൂടാ. ഖുർആനിനെ നോക്കിക്കാണേണ്ടത്, ഖുർആനിനെ വായിക്കേണ്ടത് ഒരു സാഹിത്യകാരന്റെ ഭാഷയിലാണ്. അതറിയാത്തത് കൊണ്ടാണ് പലർക്കും കുഴപ്പം പറ്റിപ്പോകുന്നത്. എല്ലായിടത്തും, ഒരു സ്ഥലത്ത് മാത്രമല്ല പലയിടങ്ങളിലും കുഴപ്പം പറ്റിപ്പോകുന്നത് അങ്ങനെ വിശാലമായ വായന വായിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിലെ സൂറകളുടെ നാമങ്ങളെ കുതിര കയറിയവരുണ്ട്, ഇടമറുകിനെ പോലെയുള്ള ആളുകൾ. കാരണം 1-ാമത്തെ അധ്യായം പശു, ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ മറ്റൊരു അധ്യായം തേനീച്ച, ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ അധ്യായം നോക്കുമ്പോൾ തേനീച്ചയായിട്ട് യാതൊരു വർത്താനം അതിലില്ല. എവിടെയോ ഒരു സ്ഥലത്ത് തേനീച്ചനെ പറഞ്ഞിട്ടുണ്ട്, അതിന് അധ്യായത്തിന്റെ പേര് മൊത്തം തേനീച്ച. അങ്ങ് മുമ്പും പിമ്പും ഒക്കെ വേറെ കുറെ കഥകളാ, വേറെ കുറെ സംസാരങ്ങളാണ്, എന്നിട്ട് തേനീച്ച എന്ന് പേര് വെച്ചല്ലോ എന്ന് പറയാറുണ്ട്. അതാ പറഞ്ഞത്, സാഹിത്യകാരന്റെ ഭാഷ അറിയാത്തവർ ഖുർആനിനെ വിമർശിച്ചാൽ സംഗതി അപകടപ്പെടും. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പോലും അവർക്ക് അർഹതയില്ല എന്നല്ലേ ആ തെളിയിക്കുന്നത്. ബഷീറിന്റെ പുസ്തകങ്ങൾ വായിക്കാറുണ്ടാകും, പാത്തുമ്മാന്റെ ആട് വായിച്ചിട്ടുണ്ടാകും. പാത്തുമ്മാന്റെ ആട് അതിൽ എത്ര സ്ഥലത്തുണ്ടാകും ചിന്തിക്കുക.